സ്വാഗതം. ടൊറാക്കൽ ബൈ നിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹവ് എ നൈസ് ഡേ. ഇന്ന് തിരുവോണമായിട്ട് ദേവിയുടെ ഒരു മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവിയുടെ മെസ്സേജായിട്ട് വന്നിട്ടുണ്ട് ഭൈരവി ദേവിയുടെ കാർഡാണ്. കഠിന പ്രയത്നം നിങ്ങളെ ധനാകർഷണ മാർഗത്തിലേക്ക് നയിക്കും, ധനസമൃദ്ധി നിങ്ങളെ പരിപോഷിപ്പിക്കും. അപ്പോൾ ഒരു ധനസമൃദ്ധിയുടെ കാർഡാണ് തിരുവോണമായിട്ട് ദേവിയുടെ മെസ്സേജ്. വളരെ നല്ല മെസ്സേജാണ്, ധനസമൃദ്ധിയാണ് പറയണത്. പിന്നെ തിരുവോണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാമന അവതാരമാണ് പറയേണ്ടി വരിക. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ വളരെ നല്ല ഭരണം കാഴ്ചവെച്ച ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി. പക്ഷേ മഹാബലിയുടെ അഹങ്കാരത്തിനെ അവസാനിപ്പിക്കാനായിട്ട് മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ചതും 3 അടി ഭൂമി ചോദിച്ചതും അങ്ങനെ മഹാബലിയെ സുതലത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ആ സുതലത്തിന് കാവലായിട്ട് ഭഗവാൻ നിൽക്കണമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ട്. വളരെ നല്ല ചക്രവർത്തിയായിരുന്നു മഹാബലി, അത്രയും ദാനശീലനായിരുന്നു. പക്ഷേ എന്തെല്ലാം ഉണ്ടായാലും അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കും. അപ്പോൾ ആ അഹങ്കാരത്തിനെ, ആ ഗർവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ചത്. പിന്നെ ആ ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാനായിട്ട് ഈ തിരുവോണ നാളിൽ വരുന്നു. അപ്പോൾ ഈ ചക്രവർത്തിയെ സ്വീകരിക്കാനായിട്ട് പൂക്കളം ഇട്ടിട്ടും പൂവളിയോടുകൂടി സദ്യയൊക്കെ ഒരുക്കി അദ്ദേഹത്തിനെ വരവേൽക്കണമെന്നുള്ള ഒരു സങ്കല്പം കൂടിയാണ് ഈ തിരുവോണത്തിൻ്റെ ദിവസത്തെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു.